ഹായ്, എൻ്റെ പേര് ശ്രീ എന്നാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് DHA ഫാർമസിസ്റ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. അപ്പം എനിക്കൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ് CMED ടെക്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ദേ ആർ അമേസിങ്. എനിക്ക് മേനാസ് മാം ആൻഡ് ആദിത്യ മാം ആയിരുന്നു ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത്. വളരെ നല്ല സപ്പോർട്ടീവാണ് അവർ. എനിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ടൈം വളരെ ലിമിറ്റഡ് ആയിരുന്നു പഠിക്കാനായിട്ട്. അപ്പം ഒരു കോംപ്രഹെൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ പഠിച്ചു തീർക്കണം, ഏതൊക്കെ ഫയൽസാണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, ഒരു പ്രോപ്പർ പ്ലാനും ഒരു പ്രോപ്പർ ഐഡിയ നമുക്ക് എക്സാമിനെ പറ്റി അവർ തന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 20-25 ഡേയ്സാണ് ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്നവർക്ക് ഇവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്രയും ദിവസം പോലും വേണ്ടി വരത്തില്ല. സീരിയസ്ലി എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട് മേനാസ് മാമിനോടും ആദിത്യ മാമിനോടും. കാരണം അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് പറ്റിയതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസും ഇത്തവണ കുറച്ച് ചേഞ്ച്ഡ് ആയിരുന്നു. യൂഷ്വലി വരുന്ന പോലെ കൂടുതൽ കാൽക്കുലേഷൻസ് ആയിരുന്നു യൂഷ്വലി നേരത്തെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത്തവണ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ സിനാരിയോ കേസ് സ്റ്റഡീസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഡയറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ കുറവായിരുന്നു. സോ അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. Yeah, that's all. So very thankful for clearing this exam, and ഒരുപാട് താങ്ക്സ് ഉണ്ട് മേനാസ് മാം ആൻഡ് ആദിത്യ മാമിനും CMED ടെക് അക്കാഡമിക്കും. Without them I would have not cleared this exam this much quickly. So thank you so much.